നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹനുമത് ജയന്തി നമ്മൾ മീനമാസത്തിലൊക്കെ ഹനുമത് ജയന്തി ആഘോഷിച്ചിട്ടുണ്ടാവും. കാരണം ഇന്ത്യയിൽ ലോകത്തെമ്പാടും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത്. ചിലയിടത്തൊക്കെ മീനമാസത്തിൽ, ചിലയിടത്ത് ഓരോ പ്രാദേശികമായിട്ട് അവർക്ക് ഹനുമാൻ സ്വാമിയിൽ നിന്നും അനുഭവങ്ങൾ കിട്ടിയ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് അനുസരിച്ചിട്ടാണ്. അതിൻ്റെ മുന്നിലൊരു കഥയും ഉണ്ടാകും. അതിൻ്റെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഓരോ സംസ്ഥാനത്തുള്ളവരും ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത്. നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും തമിഴ്നാട്ടിലും ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത് ധനുമാസത്തിലെ അമാവാസി നാളിലാണ്. നമ്മൾക്ക് ഹനുമത് ജയന്തി എന്ന് പറയുന്നത് ധനുമാസത്തിലെ അമാവാസിയാണ്. ഈ പ്രാവശ്യം ധനുമാസത്തിലെ അമാവാസി വരുന്നത് 30/12/2024, അതായത് തിങ്കളാഴ്ചയാണ്. 30/12/2024 എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ആ തിങ്കളാഴ്ച അമാവാസി നാൾ, അന്ന് മൂലം നക്ഷത്രവുമാണ്. ആ ദിവസമാണ് ഹനുമത് ജയന്തിയായിട്ട് നമ്മൾ കേരളീയരും തമിഴ്നാട്ടുകാരും ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ദിവസം കേരളത്തിലെ എല്ലാ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ടും നമുക്കറിയാം, ഏറ്റവും വലിയ ഹനുമാൻ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം നമുക്ക് ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ പറയുമ്പോൾ ശുചീന്ദ്രമാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുന്നത്. കാരണം അവിടെ ആ ഹനുമാൻ സ്വാമി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന ഹനുമാൻ സ്വാമിയാണ്. നല്ല ഉയരമാണ് അവിടുത്തെ ആ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം കാണുന്നതിന്. അവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും ഒക്കെ ഒരുപാട് ഉപദേവതകളുമുണ്ട്. ക്ഷേത്രം പറയുമ്പോൾ ശിവക്ഷേത്രം എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ പ്രധാനമായിട്ടും മറ്റ് ശിവഭഗവാനും വിഷ്ണു ഭഗവാനൊക്കെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ, ശ്രീരാമസ്വാമിയും തൊഴുത് കഴിഞ്ഞ് നോക്കുമ്പോൾ വടക്ക് കിഴക്കേ മൂല കൊണ്ടിട്ട് നമുക്ക് കാണാം ഹനുമാൻ സ്വാമിയുടെ വലിയ വിഗ്രഹമാണ്. ശുചീന്ദ്രത്തെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ലങ്കയിൽ, അതായത് വാല് തലയുടെ മുകളിലാണ്. ആ ഹനുമാൻ സ്വാമിയുടെ വാല് ശിരസിൻ്റെ മുകളിൽ കാണാം, ഇങ്ങനെ മടക്കി ഇങ്ങനെ വച്ചേക്കാണ്. ആ ഹനുമാൻ സ്വാമിയുടെ വാലിൽ, അതായത് ലങ്ക ചുട്ട് ദഹിപ്പിക്കുവാനുള്ള ആ വാലിൽ ഇങ്ങനെ തുണി ചുറ്റിയിട്ട് കത്തിച്ചു എന്നുള്ള ആ സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഹനുമാൻ സ്വാമി ഇപ്പോഴും വളരുന്നതാണ്. അവിടെ പോയി വലിയ 1000 രൂപയുടെ വെറ്റിലമാലയുണ്ട്, 400 രൂപയുടെ പകുതി ഭാഗം നിറയുന്നത്, ഫുൾ നിറയുന്ന വെറ്റിലമാലയുണ്ട്. കുറേ പേര് ചേർന്നിട്ടൊക്കെ വലിയ വെറ്റിലമാല കൊണ്ടുപോയാൽ തന്നെ നല്ല വെയിറ്റാണ്. അപ്പോൾ കുറേ പേർ ചേർന്നിട്ട് ആ വെറ്റിലമാല അവിടെ സമർപ്പിച്ചാൽ നമുക്ക് കാണാൻ കോണി കയറി പോയിട്ടാണ് ആ മുകളിൽ നിന്ന് മാല ഇങ്ങനെ ചാർത്തുന്നത്. ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര സന്തോഷമാണ്. അവിടെ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ പിന്നീട് ഒരിക്കലും നമ്മൾ അവിടെ പോകുമ്പോഴേക്കും ആ കാര്യം നടന്നിരിക്കുമെന്നാണ് അവിടുത്തെ അടികളൊക്കെ നമ്മളോട് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ വളരെ അടുത്ത ദിവസം എനിക്ക് അങ്ങനെ ശുചീന്ദ്രത്തിൽ ഹനുമാൻ സ്വാമിയെ കാണാനായിട്ട് പോകാൻ സാധിച്ചു. മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്രയും നമുക്ക് കൂടുതൽ അറിവ് വരുന്തോറും നമുക്ക് കൂടുതൽ കാണാനുള്ള ആഗ്രഹവും ഉണ്ടായി. അങ്ങനെ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമി കണ്ട് മാലയൊക്കെ ചാർത്തി അവിടെ വെണ്ണ അവിടെ നേദിക്കും. വെണ്ണ ഇങ്ങനെ ഭഗവാനിലേക്ക് ഇങ്ങനെ അഭിഷേകം ചെയ്യുന്ന പോലെ കാണിച്ചിട്ടാണ് വെണ്ണ നിവേദ്യം നമുക്ക് തന്നു. ഭയങ്കര സന്തോഷമാണ്. ആ ഹനുമാൻ സ്വാമി വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ ഹനുമാൻ ജയന്തി ദിവസം ശരിക്കും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുന്നത്. ശരിക്കും അറിയാലോ, ഒരു വാനര സൈന്യത്തിന് ഭയങ്കര ശക്തിയാണ്, അധികായകത്വമാണ്. എത്രമാത്രം ശക്തി ഉണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴേ അറിയുള്ളൂ. അത്രമാത്രം ശക്തി തരുന്ന, ഒന്ന് ആശ്രയിച്ചാൽ അത്രമാത്രം ഫലം തരുന്ന ആ മൂർത്തിയുടെ മന്ത്രം ജപിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത്. കാരണം ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമി നേരെ നോക്കിയിരിക്കുന്നതായിട്ടാണ് അവിടുത്തെ. മറ്റ് ക്ഷേത്രങ്ങളിലും ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആലത്തൂർ ഹനുമാൻ സ്വാമിയുണ്ട്. അവിടെയും ഈ ഹനുമാൻ ജയന്തി ഭയങ്കര വിശേഷമാണ്. അതുപോലെ പല സ്ഥലത്തെ ഹനുമാൻ സ്വാമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. തൃപ്രയാർ വലിയ ഹനുമാൻ സ്വാമിയുടെ, ശ്രീരാമസ്വാമിയുടെ ഇതിൻ്റെ അമ്പലത്തിൻ്റെ മണ്ഡപത്തിലാണ്. ശരിക്കും സ്ഥാനമായിട്ടില്ല, പക്ഷെ മണ്ഡപത്തിലുണ്ട്. നമുക്കറിയാം സ്വാമിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ആ മണ്ഡപം ഇങ്ങനെ ഇടയ്ക്ക് വിള്ളലുകൾ വരും. അത്രയും
പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ സങ്കല്പം. പക്ഷെ അവിടെ ഭയങ്കര ശക്തിയാണ്. പക്ഷെ പുറത്ത് ഉപദേവതയായിട്ട് ശ്രീകോവിലിന് വെളിയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെയൊക്കെ ക്ഷേത്രമുണ്ട്. അവിടെയും വലിയ ഹനുമാനാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്ന. പിന്നെ ഇവിടെ ആലുവ ദേശത്തൊരു വലിയ ഹനുമാൻ സ്വാമിയുണ്ട്. ആറ്റുകാൽ അമ്പലത്തിൻ്റെ പുറകിൽ ഹനുമാൻ സ്വാമിയുണ്ട്. ചക്കുളം ദേവിയുടെ അടുത്തൊരു വലിയ ഹനുമാൻ സ്വാമിയുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ വളരെ കൂടുതലാണ്. ഉപദേവതയായിട്ടോ മെയിൻ ദേവതയായിട്ടോ ഒരുപാട് ഹനുമാൻ സ്വാമിയുടെ തൃപ്പൂണിത്തുറയിൽ ശ്രീരാമ മന്ദിരമുണ്ട്. വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. പിന്നെ ശ്രീരാമ മന്ദിരത്തിൽ പ്രത്യേക ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക 41 പ്രദക്ഷിണം വെച്ച് മാലയൊക്കെ ചാർത്തുന്ന വെറ്റില മാല, മുല്ലപ്പൂ, കുപ്പായൊക്കെ അവിടുത്തെ വഴിപാടുകളാണ്. അതിന് ഒരുപാട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച ആലത്തിയൂർ ഹനുമാൻ സ്വാമിയുടെ അടുത്ത്, അതുപോലെ ദേശത്തുള്ള ഹനുമാൻ സ്വാമിയുടെ അടുത്ത്, ഇവിടെ ശരിക്കും ദേവീ ക്ഷേത്രങ്ങളിൽ പോലും ഹനുമാൻ സ്വാമി ഉപദേവതയായിട്ടുണ്ട്. വേളമക്കരയിലെ പുന്നിക്കൽ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു സ്ഥാനമുണ്ട്. ശ്രീരാമസ്വാമിയുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്. അപ്പം എവിടെയായാലും എവിടെ തിന്മയുണ്ടോ അവിടെ എല്ലാം തിന്മയെ തുടച്ചു മാറ്റാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച നമ്മൾക്കൊരു എന്തെങ്കിലും ശത്രുദോഷമോ കഷ്ടതയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഭഗവാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷങ്ങളും എല്ലാ ചീത്തയും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ഓം ശ്രീകാര്യ സിദ്ധ്യാഞ്ജനേയ സ്വാമിനെ നമാന്ന് 108 പ്രാവശ്യം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് ഈ മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ മനോജപം, മാരുതതുല്യ വേഗം എന്നുള്ള ഹനുമാൻ സ്തുതികൾ ചെല്ലാം. പിന്നെ ഏറ്റവും പ്രധാനം ഈ ദേശത്ത് ഇപ്പോഴൊരു പാതാള ഹനുമാൻ പറഞ്ഞുണ്ട്. പഞ്ചമുഖ ഹനുമാനാണ്, വളരെ പ്രാധാന്യമുള്ള ഇതാണ്. ഇപ്പം കലവൂർ ആലപ്പുഴയ്ക്കടുത്തൊരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ പഞ്ചമുഖ ഹനുമാൻ പൂജകളൊക്കെ ഉണ്ട്. ഭയങ്കര വിശേഷമാണ്. അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ 100% ഫലമെന്നാണ് പറയുന്നത്. അതും പ്രത്യേകിച്ച് ഈ ഹനുമാൻ ജയന്തി ദിവസം ഉപാസിക്കാൻ ഹനുമാൻ സ്വാമി ഉപാസിച്ചാൽ അസാധ്യമായതെല്ലാം സാധ്യമാകുമെന്നും നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ നേടിയെടുക്കാം. മാറിയിട്ട് നമുക്കതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ഭഗവാൻ തരുമെന്നാണ് വിശ്വാസം. അപ്പം തീർച്ചയായിട്ടും ഈ ഹനുമാൻ സ്വാമിയുടെ ഇപ്പം പഞ്ചമുഖ ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഹനുമാൻ സ്വാമിയുടെ ശരിക്കും വാനരമുഖം തന്നെയുള്ള ഒരു മുഖം. പിന്നെ നരസിംഹ മുഖമുള്ള, നരസിംഹത്തിൻ്റെ രൂപമുള്ള ഹനുമാൻ സ്വാമി. പഞ്ചമുഖത്തിൽ ഒന്ന് നരസിംഹമാണ്, ഒന്ന് വാനരമുഖമാണ്, പിന്നെ ഒന്ന് ഗരുഡമുഖമാണ്. മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. അപ്പോൾ ആ ഗരുഡൻ്റെ മുഖമുള്ള ഹനുമാൻ സ്വാമിയുണ്ട്. പഞ്ചമുഖത്തിൽ വാനരൻ, നരസിംഹം. പിന്നെ നരസിംഹം തന്നെ ഭഗവാന്റെ അവതാരം തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പം നരസിംഹമുഖമാണ്, പിന്നെ ഗരുഡമുഖമാണ്. പിന്നെ 4ാമത്തേത് നമുക്കറിയാം ഭഗവാന്റെ തന്നെ മറ്റൊരു അവതാരമാണ് വരാഹം. ഭൂമി സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും ഹനുമാൻ സ്വാമിയുടെ വരാഹ രൂപത്തെ പ്രാർത്ഥിച്ച പ്രത്യേക ഫലമാണ്. അതുകൊണ്ട് പഞ്ചമുഖ ഹനുമാനിൽ വരാഹമുണ്ട്, നരസിംഹമുണ്ട്, വാനരനുണ്ട്, ഗരുഡനുണ്ട്. പിന്നെ അവസാനമായിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിക്കൊക്കെ കുട്ടികളുടെ പഠിത്തവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വേദങ്ങൾ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി ഭഗവാൻ ഹൈഗ്രീവനായിട്ട് അവതരിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഗ്രീവൻ്റെ ഇതിലും നോക്കി കുതിരയുടെ മുഖവും ബാക്കി മനുഷ്യ ശരീരവുമാണ്. നരസിംഹത്തിൽ സിംഹവും നരനും ചേർന്നത്. വരാഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പന്നിയുടെ സ്വരൂപം. അതുപോലെ ഗരുഡൻ എന്ന് പറയുന്നത് പിന്നെ ഗരുഡൻ ഭഗവാന്റെ വാഹനമായിട്ട് തന്നെയാണ്. വാനരമായിട്ടാണ്. അപ്പം ഓരോരുത്തരും ഈ പഞ്ചമുഖ ഹനുമാനൊക്കെ ഈ ഹനുമാൻ ജയന്തിയുടെ ദിവസം പ്രാർത്ഥിച്ച ഭയങ്കര വിശേഷമാണെന്നാണ് പറയുന്നത്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോരുത്തർക്കും ആവശ്യങ്ങൾ പലതാണല്ലോ. ഒരുപാട് പേരിങ്ങനെ സ്ഥലക്കച്ചവടം വന്നിട്ട് അതൊന്നും ഇങ്ങനെ അടുത്ത് വരും, പിന്നെ നടക്കാത്തവരുണ്ട്. അപ്പം ആലപ്പുഴയ്ക്കടുത്തുള്ള കലവൂര് ഈ 1-ാം തീയതി അവിടെ വൈകിട്ട് പൂജയുണ്ട്. വൈകുന്നേരം 5:30-ക്ക് ശേഷം നമ്മുടെ പുതുവർഷത്തിൽ അവിടെ ഒരു പൂജയുണ്ട്. പറ്റുന്നവർ അവിടുത്തെ കലവൂർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച് ഹനുമാൻ സ്വാമിയെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ പഞ്ചമുഖ പൂജ എന്ന് പറഞ്ഞാൽ പ്രത്യേക പൂജയാണ്. 5 ചിരാതുകളിൽ ഈ ഓരോ ശക്തിയെയും ആവാഹിച്ച് വെച്ചിട്ട് നമ്മൾ തന്നെയാണ് പൂജ
പൂജ ചെയ്യുന്നത്. അവിടെ പോയ ആ പൂജക്ക് പങ്കെടുക്കുന്നത് തന്നെ നല്ലതാണ്. നമ്മുടെ പേരിൽ നമുക്ക് പൂജ ചെയ്യണമെങ്കിൽ അതിനവിടെ രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ ആ പൂജ നടക്കുന്നിടത്ത് അവിടുത്തെ മുഴുവൻ സമയ പ്രാർത്ഥനയിലും ഇതാണ്, ആ പൂജ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പോട്ടെ ഹനുമാൻ ചാലിസ എല്ലാവരും ചൊല്ലി 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 ഹനുമാൻ ചാലിസ ചൊല്ലുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, എത്ര പ്രതിസന്ധികൾ വന്നാലും, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ സ്വാമി എടുത്ത് പറഞ്ഞപ്പോൾ, ഹനുമാൻ ചാലിസ കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട കഥകൾ ഒരുപാടുണ്ട്. ഇത് നമുക്ക് ആ എഴുതിയ തുളസീദാസിന്റെ അനുഭവം തന്നെ പറയാം. അക്ബർ ചക്രവർത്തിക്ക് ശരിക്കുമുള്ള ഒരു അനുഭവമാണ് ഇതിന്റെ ഹനുമാൻ സ്വാമിയുടെ ഇത്. അപ്പം അതിനുശേഷമാണ് തുളസീദാസ് ഇത് രചിച്ചതൊക്കെ എന്നാണ് പറയുന്നത്. അപ്പം ഹനുമാൻ സ്വാമിയോട് വിശ്വാസം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭവ കഥ അതൊക്കെയുണ്ട്. അപ്പം കഥയിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ഹനുമാൻ ജയന്തി ദിവസം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. സ്ഥലക്കച്ചവടം നടക്കാത്തവരൊക്കെ പഞ്ചമുഖ ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് അതിൽ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ മുഖമുള്ള ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ വരാഹമുഖമുള്ള ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും, ഭൂമിയിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, ഭൂമി ക്രയവിക്രയം നടക്കുന്നില്ലെങ്കിൽ, നല്ല വീട് പണിയാനൊക്കെ പണി തുടങ്ങി പക്ഷെ എന്തുകൊണ്ട് മുടങ്ങുന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വരാഹമുഖത്തോട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം പഞ്ചമുഖത്തെ കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് പാതാള ഹനുമാൻ്റെ അടുത്ത് പോയിട്ട് ഇവിടെ ആലുവ ദേശത്തുള്ള അവിടെ പോയിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും. കലവൂരി 1-ാം തീയതി പൂജയുണ്ട്, അതിൽ പോയി പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂജ നാളിൽ പങ്കുകൊണ്ടോളാം എന്ന് പറഞ്ഞാലും മതി, അങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് പരീക്ഷ അടുത്ത് വരുവാണ്. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, പുതുവർഷം വരികയാണ്, 10ാം ക്ലാസ് ഉണ്ട്, മറ്റ് പല പരീക്ഷകൾ, പൊതുപരീക്ഷകളെല്ലാം വരുമ്പോൾ, സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾ, പൊതുപരീക്ഷകൾ, വിദേശത്തേക്ക് പോകാനുള്ള പരീക്ഷകളൊക്കെ വരുമ്പോൾ എല്ലാ അറിവും നമുക്ക് അറിവുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാനുള്ള സമയത്ത് ചിലപ്പോൾ ചില പേടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഗോപാല മന്ത്രം ജപിക്കും, രാജഗോപാല മന്ത്രം ജപിക്കും. പക്ഷെ ഹൈഗ്രീവനെ സ്തുതിച്ചാൽ, അതായത് വേദങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ വാദങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഹൈഗ്രീവ അവതാരം എടുത്തു എന്ന് പറയുന്നത് കുതിരമുഖമാണ്. അപ്പോൾ ഒന്നാലോചിക്ക്, വ്യത്യസ്ത രൂപങ്ങൾ വരുമ്പോൾ, മനുഷ്യൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ജീവങ്ങളുടെ രൂപം വരുമ്പോൾ കൂടുതൽ ശക്തി ഇരട്ടിയാവുമെന്ന് പറയുന്നു, 100 ഇരട്ടി വർദ്ധിക്കുന്നു പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വിദ്യാ തടസ്സങ്ങളുള്ളവർ, കുട്ടികൾ പഠിക്കണില്ല, പഠിച്ചതൊന്നും അവർക്ക് ഓർമ്മയില്ല, വിഷമിക്കുന്നവർ ഹൈഗ്രീവ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി. ഹൈഗ്രീവ മുഖത്തെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കൂ. ബുധനാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയൊക്കെ കെട്ടു, തീർച്ചയായിട്ടും ഫലങ്ങൾ ഉണ്ടാവും. പഞ്ചമുഖ ഹനുമാനെ തന്നെ പ്രാർത്ഥിക്കണമെന്നുമില്ല. പിന്നെ ഈ വിഷഭയം വരുമല്ലോ, ഇപ്പം എട്ടുകാല് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷഭയം, ദേഹത്തൊക്കെ ചൊറിച്ചിലും തടിച്ചിലും ഒക്കെ വന്നിട്ട് സ്കിന്നിൻ്റെ എന്തെങ്കിലും വിഷം തീണ്ടിയോ സംശയമാണെങ്കിൽ അങ്ങനെയുള്ളതിന് ഗരുഡൻ സമീപം പോയി അവിടെ ഗരുഡമുഖത്തിന് അർച്ചന ചെയ്താൽ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ പഞ്ചമുഖ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഗരുഡമുഖത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ വിഷഭയങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് വിശ്വാസം. ത്വക്ക് രോഗങ്ങളൊക്കെ മാറുന്നതിന് അത് സഹായകമാണ്. ഭൂമി കച്ചവടത്തിൻ്റെ കാര്യത്തിന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. നരസിംഹസ്വാമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പയ്യന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അവതാരം എടുത്തു വന്നതാണ് ഭഗവാൻ. ഭക്തിയുടെ ആ പ്രാധാന്യം. അപ്പം ഈ വിഷമങ്ങൾ കൊണ്ട് വലയുന്ന, പേടി മാത്രമല്ല ശത്രുദോഷങ്ങൾ കൊണ്ട് വലയുന്നവരെല്ലാം നരസിംഹ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. അതുപോലെ ശരിക്കുമുള്ള ഹനുമാൻ സ്വാമിയെ, വാനര രൂപത്തിലുള്ള ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചാൽ അസാധ്യമായ കാര്യങ്ങളെല്ലാം നടത്തിത്തരാൻ ഭയങ്കര ആത്മബലം നമുക്ക് കിട്ടും. എല്ലാത്തിനും ഒരു മന്നിപ്പൊക്കെ വരുവാണെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും എല്ലാ അനുഭവങ്ങളും ഭഗവാൻ തരും. അപ്പം തീർച്ചയായിട്ടും ഹനുമാൻ ജയന്തിക്ക് 30-ാം തീയതി ധനുമാസത്തിലെ അമാവാസിയാണ്, മൂലം നക്ഷത്രമാണ്. ഈ ദിവസം ഹനുമാൻ സ്വാമിയുടെ പിറന്നാൾ ദിവസം ഓരോരുത്തർക്ക് അവരവരുടെ ജന്മദിനം എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും അധികം നമ്മളെ സഹായിക്കാൻ വരുന്ന, നമുക്ക് സഹായങ്ങൾ നൽകിയിട്ടുള്ള ആ ഹനുമാൻ സ്വാമിയെ അദ്ദേഹം ഏറ്റവും ഇഷ്ടമുള്ള ഹനുമാൻ ചാലിസ ജപിക്കാം. മനോജവന്മാരുടെ തുല്യവേഗം എന്നുള്ള 4 വരി ശ്ലോകം ചൊല്ലാം. ഓം ശ്രീ കാര്യസിദ്ധ്യാഞ്ജനേയ സ്വാമിനെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാം. അല്ലെങ്കിൽ കഴിയുന്നത്ര
അത്രയും ശ്രീരാമൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. പിന്നെ അവിടെ ഈ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ കുങ്കുമവും വെണ്ണയും കൂടെ എണ്ണയിൽ കുങ്കുമം ചാലിച്ചിട്ട് ഇങ്ങനെ പുരട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് ഭഗവാന്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവിയോട് ഇങ്ങനെ സീതാദേവിയുടെ നെറ്റിയിട്ട് ഇങ്ങനെ തിലകം തൊടുന്നത് കണ്ടപ്പോൾ, കുങ്കുമം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പതിയുടെ ദീർഘായുസിന് വേണ്ടിയിട്ട്, ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് സുമംഗലികൾ ഇങ്ങനെ കുങ്കുമം ചാർത്തുമ്പോൾ, തെറ്റിൽ ചാർത്തുമ്പോൾ അതിൻ്റെ ഫലം അവർക്ക് ദീർഘായുസ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാൽ ദീർഘായുസ് ദേഹം ഇപ്പം ഇതിനല്ല, ഭർത്താവിന് മാത്രമല്ല, ദേഹം വേഗം ചെയ്തു കുറച്ച് കുങ്കുമം എടുത്തിട്ട് ദേഹം മുഴുവനും എണ്ണയിൽ പുരട്ടി എന്നാണ് പറയുന്നത്. അപ്പം മംഗല്യം, സീതാദേവിക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തും ചെയ്യാൻ ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ചിരഞ്ജീവിയാണ് ഹനുമാൻ സ്വാമി. കാരണം ദേഹം മുഴുവനും കുങ്കുമത്തിൽ ചാലിച്ച് ഇങ്ങനെ വെണ്ണ ചാലിച്ച് പുരട്ടിയല്ലോ, അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമുണ്ട്. ഇപ്പം നമ്മളും അങ്ങനെ ചെയ്യാം, പക്ഷെ വിശ്വസിക്കണം. അതായത് തൻ്റെ പതിയുടെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആയുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്ത്രീ ചെയ്യുമ്പോൾ അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ അതിന് ഫലമുണ്ടാകും. അതുപോലെ ഹനുമാൻ സ്വാമി തൻ്റെ വിശ്വാസം കൊണ്ട് തന്നെ ഇതിങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോഴും കണ്ടോ, ചിരഞ്ജീവിയാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ആ ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടമുള്ള കുങ്കുമം ചേർത്തുള്ള വഴിപാട് ചെയ്താൽ ഭയങ്കര വിശേഷമാണ്. മൂകാംബിയിലൊക്കെ എപ്പോഴും കാണാം, ഞങ്ങളൊക്കെ പോകുമ്പോൾ അത് ചെയ്യാറുണ്ട്. പിന്നെ വടമാല, വടമാല ഭയങ്കര ഇഷ്ടമാണ്. വെറ്റിലമാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറ്റിലമാല ചാർത്തുക, വടമാല ചാർത്തുക, ശക്തിക്കൊത്ത വഴിപാട്, ഇന്ന വഴിപാട് ചെയ്യണമെന്നില്ല. വെറുതെ ശ്രീരാമജയം എന്ന് എഴുതിയാലും, വെറുതെ ഹനുമാൻ സ്വാമി ജയ് ഹനുമാൻ, ജയ് ശ്രീറാം, ജയ് ഹനുമാൻ, ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്ന് പ്രാർത്ഥിച്ചാലും, ഹനുമാൻ ചാലിസ വായിച്ചാലും ജപിച്ചാലും കേട്ടാലും എല്ലാ ഐശ്വര്യങ്ങളും, കഷ്ടം കൊണ്ട്, ശനിദോഷം കൊണ്ടോ ബുധൻ്റെ മൗഢ്യം കൊണ്ടോ ഒക്കെ വലയുന്ന, വ്യാഴം നീചത്തിലാണോ, ഒന്നും വേണ്ട, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കൂ. എല്ലാ കഷ്ടതകളും മാറ്റി എല്ലാ അനുഗ്രഹം തരും. ഭഗവാന്റെ കേരളീയരും ആഘോഷിക്കുന്ന, തമിഴ്നാട്ടുകാരും ആഘോഷിക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ആഘോഷിക്കാം. ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പിറന്നാളും നമ്മൾ എടുക്കും, പിറന്ന നാളും എടുക്കും, ഡേറ്റ് ഓഫ് ബർത്തും ജനന തീയതിയും നമ്മൾ ആഘോഷിക്കുന്നവരാണ്. അതുപോലെ ഹനുമാൻ സ്വാമിക്കും അല്ലെങ്കിൽ കുറേ പിറന്നാൾ നാളുകളുണ്ട്. നമ്മുടെ കേരളീയരുടെയും തമിഴ്നാട്ടുകാരുടെയും പിറന്നാൾ ദിവസമാണ് ധനുമാസത്തിലെ അമാവാസി. എല്ലാവരും 30/12/2024 ഏറ്റവും സന്തോഷമായി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് എല്ലാ മംഗളങ്ങളും അനുഭവിക്കാൻ തയ്യാറാകൂ. നന്ദി, നമസ്കാരം. സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ, ജയ് ശ്രീറാം, ജയ് ഹനുമാൻ.